ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5G നെറ്റ്വർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക് 5G പോലുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഇന്ത്യയിലേക്ക് വരും. അതിൽ ആരൊക്കെയായിരിക്കും, ഏത് ടെലികോം സേവനദാതാക്കളായിരിക്കും മുൻപിൽ നിൽക്കുന്നത്, BSNL അതിൽ വലിയ പങ്കുണ്ടോ? കാര്യം 4G കോമ്പറ്റീഷൻ നടക്കുമ്പോഴൊന്നും 3Gയിലായിരുന്നു BSNL എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കമ്പനി അവരെ നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 5Gയിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന BSNL റോൾ ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ട് സംശയം. 4G സേവനത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ടെലികോം കമ്പനികൾ മത്സരവും പ്രതികാരം തുടരുകയാണ്. ഏറ്റെടുക്കലും ലയനവും പലതും കഴിഞ്ഞു. പരസ്പരം മത്സരിച്ച് വിപണിയിൽ മുന്നിട്ട് നിൽക്കുന്നതായി വിവിധ കമ്പനികൾ ആകർഷകമായ ഓഫറുകൾ ഇടതടവില്ലാതെ നൽകുന്നതുകൊണ്ട് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത്. രാജ്യത്തെ ടെലികോം രംഗം 4Gയിൽ ചൂടുറപ്പിക്കും മുമ്പ് തന്നെ 5G നെറ്റ്വർക്ക് ആദ്യം അവതരിപ്പിക്കുന്നതിനായി പ്രമുഖ കമ്പനികൾ മത്സരം തുടങ്ങിയിരുന്നു. 5G ഔദ്യോഗികമായി അവതരിപ്പിച്ച് ഒരു മാസം തികയും മുമ്പേ വിവിധ കമ്പനികൾ 5Gക്ക് കളമൊരുക്കിയിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എയർടെല്ലും റിലയൻസും BSNLുമാണ് 5G അവതരിപ്പിക്കാനായി ഇപ്പോൾ പുതിയ ചുവടുകൾ വച്ചിരിക്കുന്നത്. റിലയൻസ് സാംസങ്ങുമായും എയർടെൽ BSNLും നോക്കിയയുമായി സഹകരിച്ചാണ് ഇന്ത്യയിൽ വേണ്ടി 5G സേവനം തയ്യാറാക്കുന്നത്. 5G സാങ്കേതികവിദ്യ ലഭ്യമാകുന്നതിനുള്ള സാങ്കേതിക സഹായം നൽകുന്നത് സാംസങ്ങും നോക്കിയയും. നോക്കിയയുടെ ഒരു വലിയ തിരിച്ചുവരവ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു 5G വിപ്ലവം ഉണ്ടാക്കാനായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.